ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ അതുണ്ടാക്കിയാലോ? ഇതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര് ഒഴിക്കണം. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്, അതോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്, അതോടെ ചേർക്കുക. ഇനി വേണ്ടത് 1 കപ്പ് റവയാണ്, അതോടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവാണെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാവ് ലൂസായി പോകരുത്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുക. ഇതുപോലെ അധികം വലിപ്പമില്ലാതെ ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ചുടുന്നത്. ഇനി ഇതൊന്ന് പരത്തി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 2 ഭാഗവും ഒരേപോലെ കുക്കായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ദോശ ഏത് കറിയുടെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.